ദില്ലിയിലും അക്ഷരം എഴുതിക്കുന്നുണ്ട്. നോബൽ മാരിക്കാരനാണ് അവിടെയുള്ളത്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്, മയൂർ വിഹാറിലാണ് ഇന്ന് വിജയദശമി ദിനത്തിൽ കുഞ്ഞുങ്ങളെ ആദ്യാക്ഷരം എഴുതിക്കുന്നത്. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. വിജയദശമി ദിന ആശംസകൾ. മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും രാവിലെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് എഴുതി തുടങ്ങിയോ? തിരക്കുണ്ടോ അവിടെയും? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയിലെ മയൂർവാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും നിരവധി കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. പലരും വളരെ എക്സൈറ്റ്മെന്റ് ആണ്, വലിയ സന്തോഷത്തിലാണ് പല ആളുകളും കുട്ടികളും ഒക്കെ ഉള്ളത്. അത്തരത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ് പലരുടെയും മുഖത്തും കാണാൻ കഴിയുന്നു. പലരും ചിരിക്കുകയും കരയുകയും ഒക്കെ ചെയ്തുകൊണ്ട് വലിയ ഒരു എന്താ പറയുക, നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഒരു കുട്ടി കരയാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അക്ഷരം എഴുതി തുടങ്ങുന്നതേ ഉള്ളൂ. നിലവിൽ 2 ഘട്ടമായി ഏറെക്കുറെ 100-ലധികം വരുന്ന വിദ്യാർത്ഥികൾ കുട്ടികളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കുട്ടി അല്പം ദേഷ്യത്തിലാണുള്ളത്. എന്താണെങ്കിലും ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ആദ്യ റൗണ്ട് കുട്ടികളാണ് ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ സന്തോഷമൊന്നുമില്ല. എന്തിനാ കരയുന്നത്? അവൻ ആദ്യാക്ഷരം എഴുതുന്നത് മൈക്കിലാണല്ലോ. അവനവിടെ മൈക്കൊക്കെ കണ്ട് കളിച്ചൊക്കെ ഇരിക്കുകയാണ്. തീർച്ചയായും മൈക്കാണ്. ഇവിടെ കുട്ടികളൊക്കെ വിദ്വാനായി തീരും. ഓക്കെ, മൈക്കിൽ താളം പിടിക്കുന്നുണ്ട്. ഓക്കെ, ശരി, തുടർന്നോളൂ നോബൽ. എന്താണ് കാര്യം? അങ്ങനെ ഒരുപാട് കൂടുതലും മലയാളി കുട്ടികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അല്പം ഹിന്ദിക്കാരായ ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ എന്താണെങ്കിലും എഴുതാൻ വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദില്ലിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെയാണ് ഇപ്പോൾ നമുക്ക് വേറെ കുട്ടികളെ കാണാൻ കഴിയും. എല്ലാവരും അത്ര സന്തോഷവാന്മാരൊന്നുമല്ല. ചില ആളുകളൊക്കെ അല്പം കരച്ചിലൊക്കെയാണ് ഉള്ളത്. കുട്ടികളൊക്കെ അധ്യക്ഷരം എഴുതി തുടങ്ങിയിരിക്കുന്നു. ഹരിസി ഗണപതായ നമ എന്ന ആദ്യാക്ഷരത്തിലേക്ക് കുട്ടികൾ കടന്നിരിക്കുക. എന്താണെങ്കിലും വിപുലമായി തന്നെയാണ് ദില്ലിയിലും ഈ ആദ്യാക്ഷരങ്ങൾ കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ അല്പം ദേഷ്യത്തിലാണ്, കുട്ടികളൊക്കെ ദേഷ്യത്തിലാണെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായി വരും. എന്താണെങ്കിലും ഒരു മിടുക്കി ഇവിടെ ഉണ്ട്. ഈ മിടുക്കി നേരത്തെ ആദ്യാക്ഷരം കുറിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എഴുതിക്കൊണ്ടതാണ്. ഒരാൾ കിടന്നെഴുതുന്നുണ്ടല്ലോ. അതാ നമ്മൾ വരുമ്പോ തന്നെ കുട്ടി ആദ്യമേ തന്നെ എഴുതി തുടങ്ങിയിരുന്നു. ഇപ്പൊ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് എഴുതി തുടങ്ങി. ആ കിടന്നെഴുതുന്ന കുറുമ്പനെ ഒന്ന് കാണിച്ച് നോബൽ. ഒരാളെ കരയുന്നുണ്ട് അല്പം. ആളല്പം ദേഷ്യത്തിലാണ് അരുൺ. അതെ, മുത്തശ്ശിയുടെ അമ്മയുടെ കൈ പിടിച്ച് എഴുതിക്കുകയാണ്. അതാ അവനിപ്പം സ്വന്തമായിട്ട് എഴുതിയപ്പോ അവൻ എഴുതി. നോബൽ മുത്തശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും കൈ പിടിച്ച് എഴുതിച്ചപ്പോഴാണൊന്ന് മടി. സ്വന്തമായിട്ട് അവൻ എന്തോ കുറിക്കുന്നുണ്ട് അല്ലേ? സ്വന്തമായിട്ട് കുറിക്കുന്നുണ്ട്, അരിയെടുത്ത് കളിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കനാണ്. മിടുക്കനാണ് തീർച്ചയായും. അക്ഷരം എഴുതിച്ചപ്പോൾ ഒരു മടി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആൾ കൂളായിട്ടുണ്ട്. ഇവിടെ വേറെ ധാരാളം കുട്ടികൾ ഇവിടെ ഉണ്ട് അത്തരത്തിൽ എഴുതുന്നവരൊക്കെ. മിടുക്കൻ അല്ലേ? സ്വന്തമായിട്ട് എഴുതുന്ന. സന്തോഷമായോ? ആളുകളൊക്കെ നാണമൊക്കെ വരുന്നുണ്ട്. എന്നാലും കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ആണെന്ന് വേണം പറയാം. കാരണം ആദ്യാക്ഷരം കുറിക്കുന്നതിൽ ചിലരൊക്കെ അല്പം മടി കാണിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം കുട്ടികളും വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ വളരെ മനോഹരമായി തന്നെ ദില്ലിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഈ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 റൗണ്ട്, വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ്. കൂടുതലും മലയാളി കുട്ടികളായതുകൊണ്ട് ദില്ലിയെ സംബന്ധിച്ച് അധികം മലയാളികളൊന്നും ഇത്തരത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ ഉണ്ടാകാറില്ല. പക്ഷേ ഇന്ന് അല്പം കൂടുതലുണ്ട്. 2 റൗണ്ട് കൊണ്ട് ഇത് പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ ഭാരവാഹികളടക്കം വ്യക്തമാക്കുന്നത്. അങ്ങോട്ട് നമുക്ക് ദൃശ്യങ്ങൾ നിരവധി കുട്ടികളൊക്കെ ഇരിക്കുന്നത് കാണാൻ കഴിയും. എന്താണെങ്കിലും വിപുലമായി തന്നെ ദില്ലിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഈ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഗംഭീരമാവട്ടെ. ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകാനും പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാനും പുതിയ ലോകങ്ങൾ തേടാനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ.